ഇന്ന് വൈകുന്നേരം ഓഫീസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും വല്ലാണ്ട് അങ്ങോട്ട് വിശപ്പ് വന്നു. എന്നാൽ പിന്നെ കാന്തേശ്വര സ്റ്റേഷനിലെത്തിയിട്ട് നമ്മുടെ പാനിപൂരി കടയിൽ പോയിട്ട് പാനിപൂരി മേടിക്കാമെന്ന് കരുതി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല തിരക്ക്. എന്നാലും കുഴപ്പമില്ല, ഒരു പാനിപൂരി അങ്ങോട്ട് ഓർഡർ ചെയ്തു. 6-നാണ് കിട്ടുന്നത്. അതൊക്കെ അകത്താക്കി കഴിഞ്ഞിട്ട് ബാക്കി പാഴ്സൽ മേടിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ പോണത്. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയല്ലേ. അപ്പോൾ കുറച്ചങ്ങോട്ട് പിള്ളേർക്ക് വേണ്ടിയിട്ട് ഓർഡറും ചെയ്തു. അങ്ങനെ വീട്ടിൽ വന്നിട്ട് കഴിക്കുന്ന സീനാണ് ഇത്. ഇവിടെ എനിക്കും ഹസ്ബൻഡിനും കാർത്തൂനും മാത്രമേ ഇഷ്ടമുള്ളൂ. പക്ഷേ ഞങ്ങൾ 3 പേരും ചലഞ്ച് വെച്ച് കഴിഞ്ഞാൽ ഞാനേ ജയിക്കുള്ളേ. ആ സമയത്ത് ഡയറ്റൊക്കെ ഒന്നും നോക്കുന്നില്ല കേട്ടോ. പിന്നെ മിട്ടൂനും അമ്മയ്ക്കൊന്നും ഇത് ഇഷ്ടമല്ല. അവർക്ക് വേണ്ടിയിട്ട് പിന്നെ സെപ്പറേറ്റ് വടാപ്പാവും മേടിച്ചു. നമ്മുടെ ബോംബെക്കാർക്ക് പാനിപൂരിയും വടാപ്പാവും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്ത് സ്ട്രീറ്റ് ഫുഡ് ഉണ്ടെങ്കിലും ഇത് തന്നെ മുന്നിട്ട് നിൽക്കുകയുള്ളൂ. അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. നമ്മുടെ പുതിന വെള്ളവും പിന്നെ അതുപോലെ തന്നെ മീഠാ ചട്നിയും ചനയുടെ മസാലയും എല്ലാം കൂടെ ഇട്ടിട്ട് ആ ഗോൾഗപ്പയൊക്കെ ഒന്ന് പൊട്ടിച്ച് കഴിക്കുമ്പോൾ എന്താ ഒരു ടേസ്റ്റ്. അതിൻ്റെ കൂടെ നമ്മുടെ കാന്തിയും സേവും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് കൂട്ടി കഴിക്കുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റ് അല്ലേ. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം? ബോംബെയിലെ സ്ട്രീറ്റ് ഫുഡിൽ നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്ന് നിങ്ങളും ഇതുപോലെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പാനിപൂരിയാണോ, വടാപ്പാവാണോ, സമൂസയാണോ, വേറെ ഏതാണ്, രഗടപ്പൂരിയാണോ, ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്നുള്ളത് ഓരോരുത്തരും അങ്ങോട്ട് കമൻറ്റ് പറഞ്ഞു. ഞങ്ങളുടെ ഇഷ്ടം ഇതാണ്. അപ്പോൾ പെട്ടെന്ന് പറയണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. എപ്പോഴും കൂടെ ഉണ്ടാവണം കേട്ടോ.